AWSന്റെ കോഡ് കമ്മിറ്റ് എന്ന് പറഞ്ഞൊരു സർവീസിനെ കുറിച്ചാണ് നമ്മൾ അടുത്തത് പഠിച്ചു തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഇന്ന് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓവർവ്യൂ സെഷൻ കഴിഞ്ഞ് അടുത്ത മുതലുള്ള ഈ കോഡ് കമ്മിറ്റിൻ്റെ സെഷൻസ് എല്ലാം തന്നെ പ്രാക്ടിക്കൽ സെഷൻസ് ആയിരിക്കും. അപ്പോൾ കോഡ് കമ്മിറ്റ് എന്താണെന്നൊരു ഐഡിയ ഒട്ടുമില്ലാത്തവർക്ക് എന്താണെന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രീഫ് ചെയ്ത് തരാം ഈ ഒരു സെഷനിൽ. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഇപ്പോൾ കോഡ് കമ്മിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു ട്രഡീഷണൽ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് കൺസിഡർ ചെയ്യുക. ഒരു IT ഫേമിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, അതിലിപ്പം ഒരു ഡെവലപ്പർ ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് കുറച്ച് കഴിയുമ്പോൾ അത് വാസ്റ്റായി, കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ ആഡപ്പായി വന്നു. അപ്പം ആ ഒരു ഒറ്റ ഡെവലപ്പറിന് മാത്രമായിട്ട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും കുറച്ച് കഴിയുമ്പോൾ. ചെറിയൊരു പ്രൊജക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു, ഒറ്റ ഡെവലപ്പർ സ്വന്തം മെഷീനിൽ നിന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഒറ്റയ്ക്ക് ഒരു സ്വന്തം ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ സ്വന്തം ഡെസ്ക്ടോപ്പിലോ അങ്ങനെ ഒറ്റയ്ക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പ്രോജക്റ്റ് ഫാസ്റ്റായി വലുതായി വന്നു. അപ്പം ഡെവലപ്പറിന് പിന്നീട് ആ ഒരു സിറ്റുവേഷൻ വന്നു, അതായത് കുറച്ച് ടീം മെമ്പേഴ്സിനെയും കൂടെ ആ ഒരു പ്രൊജക്റ്റിലോട്ട് കൊളാബറേറ്റ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. കാരണം ഒറ്റയ്ക്ക് ആ ഒരു പ്രൊജക്റ്റിൻ്റെ എല്ലാ സൈഡും എല്ലാ മേഖലകളും അതിൽ ഒറ്റയ്ക്ക് ആ ഒരു ഡെവലപ്പറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പം സ്വാഭാവികമായിട്ടും കുറച്ച് ടീം മെമ്പേഴ്സിനെയും കൂടെ ആ ഒരു പ്രൊജക്റ്റിലോട്ട് കൊളാബറേറ്റ് ചെയ്യേണ്ട ഒരു നീഡ് വന്നു. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷൻ വരുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഒരു 1 വീക്ക് ഫോർ എക്സാമ്പിളിന് പറയുകയാണ്, ഒരു 1 വീക്ക് ആ ഒരു പ്രോജക്റ്റ് ഓരോ സ്റ്റേജസ് ആയിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നു, കോഡ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഒരു 8th ഡേ ആയപ്പോൾ ആ ഒരു കോഡ് ചെയ്ത് എന്തോ ഒരു ബഗ്ഗോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം ആ ഒരു പ്രോജക്റ്റ് ക്രാഷായി. അപ്പോൾ ആ ഒരു ഡെവലപ്പറിന് തൊട്ട് മുമ്പത്തെ ദിവസത്തേക്ക്, അതായത് 7th ദിവസം വരെ ചെയ്ത കോഡ് പെർഫെക്റ്റ് എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 8ാമത്തെ ദിവസമാണ് എന്തോ ചെയ്ത് പ്രശ്നമായത്. അപ്പം ആ ഒരു ഡെവലപ്പർ വിചാരിക്കുകയാണ്, എനിക്ക് തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എനിക്ക് റോൾ ബാക്ക് ചെയ്യണം. കാരണം ആ ഒരു സമയത്ത് വരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആയിട്ട് വർക്ക് ചെയ്തതാണ് വളരെ നല്ല രീതിയിൽ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്ത സംഭവങ്ങളാണ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്, ഒരു അപ്ഡേഷൻ വരുത്തിയപ്പോഴാണ് അത് ക്രാഷ് ആയത്, എന്തെങ്കിലും ബഗ്ഗോ അങ്ങനത്തെ കാര്യങ്ങൾ കാരണം ഉണ്ടായത് കാരണം. അപ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു സ്റ്റേജിലോട്ട് എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു 2 യൂസ് കേസസ്, അതായത് പ്രൊജക്റ്റ് വലുതായി വന്നപ്പോൾ കൂടെയുള്ള കുറച്ച് ടീം മെമ്പേഴ്സിൻ്റെ അടുത്തും കൂടെ ഷെയർ ചെയ്ത ആ പ്രൊജക്റ്റിൻ്റെ 1-2 പാർട്സ് അവർക്ക് കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവർക്ക് കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ, കൊളാബറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റിന് എന്തെങ്കിലും ബഗ്സൊക്കെ വരുമ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തു വെച്ചിരുന്ന ആ ഒരു സ്റ്റേജിലോട്ട് തിരിച്ചു പോകണം. അപ്പോൾ ഒരു കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ, ഈ 2 സിനാരിയോസും ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു ഡെവലപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സോഴ്സ് കോഡും കാര്യങ്ങളെല്ലാം ആ ഒരു ഡെവലപ്പറിൻ്റെ മെഷീനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം അത് മറ്റ് ടീം മെമ്പേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റ് ഫോൾഡർ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ആക്സസ് കൊടുത്തിട്ട് ആ ഒരു ടീം മെമ്പേഴ്സിനെ കൂടെ അതിൽ ഷെയർ ചെയ്ത് ആ ഒരു സോഴ്സ് കോഡ് ഫയൽസ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് അങ്ങനെ നെറ്റ്വർക്ക് വഴി കൊളാബറേറ്റ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യിക്കണം. പക്ഷേ അങ്ങനെയാണെങ്കിലും ആ ഒരു പ്രോജക്റ്റിൻ്റെ പല പാർട്സും പലതായിട്ട് പല സ്ഥലത്തുനിന്ന് പല ടീം മെമ്പേഴ്സും പലതായിരിക്കും അതിൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതെല്ലാം വളരെ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു സിറ്റുവേഷനായിട്ട് മാറും. അവസാനം ഏത് ഡെവലപ്പറാണ് ഏത് പാർട്ടാണ് സോഴ്സ് കോഡിൽ അപ്ഡേറ്റ് ചെയ്തത്, ഏതിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കറക്റ്റായിട്ടൊന്നും അത് പിന്നീട് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. അത് വളരെയധികം കൺഫ്യൂഷൻസിന് ഇടയാക്കും. തന്നെയല്ല, ഇങ്ങനെ നമുക്ക് തൊട്ട് മുമ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു ദിവസത്തെ ഒരു അപ്ഡേഷനിലോട്ട് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അതൊരു കൺവെൻഷണൽ മെത്തേഡിൽ നമുക്കതൊരു നിയർലി വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അല്ലെങ്കിൽ ഓരോ ദിവസം നിർത്തിയ ഒരു സോഴ്സ് കോഡിനെ ഓരോ സെപ്പറേറ്റ് ഡേറ്റ് ഇട്ട് നമ്മൾ ബാക്കപ്പ് എടുത്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. മാനുവലി ഒരു ഫോൾഡറിലാക്കി അങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. അങ്ങനത്തെ എന്തെങ്കിലും മെത്തേഡ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതും ഒരു വാസ്റ്റ് പ്രോജക്റ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു പ്രാക്ടിക്കലി നിയർലി ഇമ്പോസിബിൾ ആണെന്ന് തന്നെ പറയാം, അങ്ങനത്തെ ഒരു മെത്തേഡ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു 2 സിറ്റുവേഷൻസിനും ഒരു പരിഹാരമായിട്ട് ഒരു രീതിയിലാണ് നമ്മൾ ജിറ്റ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ജിറ്റ് ആൻഡ് ജിറ്റ് ഹബ് എന്ന് പറഞ്ഞൊരു ട്യൂട്ടോറിയൽ സീരീസ് നമ്മുടെ തന്നെ ടെക്ട്രിവാൻഡ്രത്തിൽ തന്നെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജിറ്റ് എന്താണ്, ജിറ്റ് റെപ്പോസിറ്ററീസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പല സെഷൻസായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട്, ഒരു ബിഗിനറിന് പഠിച്ച് എക്സ്പെർട്ട് ആകാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പോൾ ആ ഒരു സീരീസ് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ളൊരു കൂടുതൽ ഐഡിയ ഉണ്ടായി വരും. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ജിറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും ജിറ്റ് റെപ്പോസിറ്ററി എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ കൊണ്ടുവന്നത്. അപ്പം നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് AWSന്റെ കോഡ് കമ്മിറ്റ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ ഡെവലപ്പർ 1ൻ്റെ കേസ് എടുക്കാം. അപ്പോൾ നമ്മളൊരു ഓൺലൈൻ സെൻട്രൽ കോഡ് റെപ്പോസിറ്ററി നമ്മൾ ആ ഒരു സിറ്റുവേഷൻ, നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു ഫെസിലിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ, അതായത് ഡെവലപ്പർ 1 തൻ്റെ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സോഴ്സ് കോഡ് എല്ലാം തന്നെ
ഒരു ഓൺലൈൻ ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു കോഡ് റെപ്പോസിറ്ററി നമുക്കൊരു സിസ്റ്റത്തിലുള്ള നമ്മുടെ ഒരു ഷെയർഡ് ഫോൾഡർ പോലെ തന്നെ ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ ഇത് ഒരു ക്ലൗഡിലാണ്, ഒരു ക്ലൗഡിലല്ലെങ്കിൽ അങ്ങനെ ഓൺലൈൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പുഷ് ചെയ്തുകൊണ്ടിരിക്കും കോഡ്. കോമൺ എന്ന് പറയുമ്പോൾ അത് പബ്ലിക്കിന് ആക്സസ് ചെയ്യുന്ന ടൈപ്പിലുള്ള സോഴ്സ് കോഡ് റെപ്പോസിറ്ററീസ് ആവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിരിക്കാം. നമുക്ക് മാത്രം നമ്മൾ അലോ ചെയ്യുന്ന മെമ്പേഴ്സിന് മാത്രമായിട്ട് ആക്സസ് കിട്ടുന്ന രീതിയിൽ. അതൊക്കെ നമ്മൾ ജിറ്റ് ആൻഡ് ജിറ്റ് ഹബ് എന്ന് പറഞ്ഞ സീരീസിൽ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഇങ്ങനെയുള്ളൊരു ഓൺലൈൻ സെൻട്രൽ കോഡ് റെപ്പോസിറ്ററീസിലോട്ട് ഒരു ഫസ്റ്റ് ഡെവലപ്പർ ഇങ്ങനെ കോഡ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നന്ന് ചെയ്ത അപ്ഡേഷൻസ് എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സെൻട്രൽ റെപ്പോസിറ്ററീസിലോട്ട് പുഷ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഈ ഒരു ബാക്കി ടീം മെമ്പേഴ്സിന് ആ കോഡ് ഫെച്ച് ചെയ്തെടുത്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും ആ ഒരു സോഴ്സ് കോഡിൻ്റെ, ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ, ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ ഏതൊക്കെ ഏരിയസിലാണ് ഓരോരുത്തർക്കും വർക്ക് ചെയ്തിട്ട് തിരിച്ച് അവർക്ക് അപ്ഡേഷൻസ് ഈ പറഞ്ഞ ഓൺലൈൻ സെൻട്രൽ കോഡ് റെപ്പോസിറ്ററീസിലോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ ഡെവലപ്പർ വണ്ണിനും ഈ ടീം മെമ്പേഴ്സ് ചെയ്ത കോഡ് തിരിച്ച് തൻ്റെ ലാപ്ടോപ്പിലോട്ട് പുള്ള് ചെയ്തെടുത്തിട്ട് ബാക്കി വർക്കിംഗ് നടത്താം, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ഓൺലൈൻ സെൻട്രൽ കോഡ് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഓൺലൈൻ സെൻട്രൽ കോഡ് റെപ്പോസിറ്ററിയാണ് നമ്മൾ ജിറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ജിറ്റ് ഹബ്ബ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ സെൻട്രൽ കോഡ് റെപ്പോസിറ്ററിയാണ്. അപ്പോൾ AWSൻ്റെ കേസ് പറയുകയാണെങ്കിൽ AWS ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സൊല്യൂഷനാണ് AWSൻ്റെ കോഡ് കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സോഴ്സ് കോഡ്സ് അവിടെ സൂക്ഷിക്കാനുള്ള AWSൻ്റെ ഒരു സർവീസാണ് AWSൻ്റെ കോഡ് കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഈ ഒരു കാണിച്ചിരിക്കുന്ന ഈ ഒരു ഓൺലൈൻ സെൻട്രൽ കോഡ് റെപ്പോസിറ്ററിയാണ് AWS പ്രൊവൈഡ് ചെയ്യുന്നതാണ് കോഡ് കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് AWSൻ്റെ കോഡ് കമ്മിറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഫെസിലിറ്റി ഓഫ് വെർഷൻ കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തൊട്ട് മുമ്പത്തെ ദിവസത്തെ ഏതെങ്കിലും ഒരു അപ്ഡേഷനിലോട്ട് നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ തൊട്ട് മുമ്പ് ചെയ്ത് നിർത്തിയ, ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത കുറച്ച് സോഴ്സ് കോഡ് കാരണം എന്തെങ്കിലും ആ ഒരു പ്രോജക്റ്റ് ക്രാഷായി, എന്തെങ്കിലും ബഗ് അതിൽ ഉണ്ടായി, അപ്പോൾ തൊട്ട് മുമ്പത്തെ ഒരു അപ്ഡേഷനിലോട്ട് നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ വെർഷൻസ്, ഓരോ ദിവസം ഓരോ പ്രാവശ്യം ചെയ്ത് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നതിന് ഓരോ വെർഷൻസ് ആയിട്ട് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് കീപ്പ് ആവും. അപ്പോൾ നമുക്ക് അതിലോട്ട് തിരിച്ചു പോകണമെങ്കിൽ ഈ ഒരു വെർഷൻ കൺട്രോളിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൊട്ട് മുമ്പുള്ള ചെയ്ത് നിർത്തിയ ഏതൊരു ചേഞ്ചസിലോട്ടും നമുക്ക് തിരിച്ചു പോകാം ആ ഒരു സോഴ്സ് കോഡിൻ്റെ. അപ്പോൾ അതാണ് AWS കോഡ് കമ്മിറ്റ് ഈ ഒരു വെർഷൻ കൺട്രോളിംഗ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഓൺലൈൻ സെൻട്രൽ കോഡ് റെപ്പോസിറ്ററിയാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ ജിറ്റ് ഹബ് ഒക്കെ പോലെ തന്നെ AWSൻ്റെ ഒരു സൊല്യൂഷനാണ് AWSൻ്റെ കോഡ് കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് എനേബിളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ജിറ്റ് എന്ന് പറഞ്ഞൊരു വെർഷൻ കൺട്രോൾ സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ജിറ്റ് സെറ്റപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു കോഡ് കമ്മിറ്റുമായിട്ട് കണക്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ജിറ്റ് ആൻഡ് ജിറ്റ് ഹബ് എന്ന് പറഞ്ഞൊരു സീരീസ് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതലൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ ടൺസ് ഓഫ് ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ് ജിറ്റ് ആൻഡ് ജിറ്റ് ഹബിനെ കുറിച്ചുള്ള, അത് ഏതെങ്കിലും ഒന്ന് റിഫർ ചെയ്താലും മതിയാവും നിങ്ങൾക്ക്. അപ്പം ഓൺലൈനിൽ ഇപ്പോൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മറ്റ് AWSൻ്റെ അല്ലാത്ത മറ്റ് ജിറ്റ് റെപ്പോസിറ്ററീസ് ആണ്. ഒന്ന് ജിറ്റ് ഹബ് ഉണ്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, പിന്നെ ബിറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്, ഒരു കമ്പനിയുടെ ഉണ്ട്, പിന്നെ ജിറ്റ് ലാബ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് സർവീസസ് അവൈലബിൾ ആണ് ജിറ്റ് റെപ്പോസിറ്ററീസിന്. അപ്പോൾ നമ്മുടെ AWSൻ്റെ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർവീസാണ് AWSൻ്റെ കോഡ് കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കോഡ് കമ്മിറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മറ്റ് ജിറ്റ് റെപ്പോസിറ്ററീസ് ആയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളി മാനേജ്ഡ് ആണ്. AWS തന്നെ മാനേജ് ചെയ്യുന്ന ഒരു സർവീസാണ്. അപ്പോൾ സെക്യൂർ ആണ്, ഹൈലി അവൈലബിൾ ആണ്. അപ്പം AWSൻ്റെ മറ്റ് സർവീസസ് എല്ലാം പോലെ തന്നെ ഇത് AWS തന്നെ മാനേജ് ചെയ്യുന്ന ഒരു സർവീസാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഹെഡേക്ക് ഒന്നും എടുക്കേണ്ട. അതുപോലെ തന്നെ മറ്റ് സർവീസസ് എല്ലാം പോലെ തന്നെ ഇതും ഹൈലി അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് ആണ്. ഡൗൺ ടൈം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എപ്പോഴും ആക്സസ് കിട്ടുന്ന ഒരു സർവീസാണ് AWSൻ്റെ കോഡ് കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റ് ജിറ്റ് ഹബ് ജിറ്റ് റെപ്പോസിറ്ററീസ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ്, ഇത് നമ്മളിപ്പോൾ ഒരു AWSൻ്റെ നമ്മളിപ്പം മുമ്പത്തെ സെഷനിൽ കണ്ടു കഴിഞ്ഞു, നമ്മൾ AWSൽ ഒരു ഫ്രീ ടയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ നമ്മളൊരു അങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ഇതുപോലുള്ള കോഡ് കമ്മിറ്റിലെല്ലാം നമ്മുടെ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ തന്നെ ഒരു പ്രൈവറ്റ് AWS അക്കൗണ്ടിലാണ് അത് പിന്നെ അത് ക്രിയേറ്റ് ആയി വരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ജിറ്റ് ഹബ് യൂസ് ചെയ്യുകയാണെങ്കിൽ ജിറ്റ് ഹബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജിറ്റ് ഹബിൻ്റെ ഒരു കോമൺ നെറ്റ്വർക്കിലായിരിക്കും നമ്മളൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നത്, പബ്ലിക് ആയിരുന്നാലും പ്രൈവറ്റ് ആയിരുന്നാലും. അപ്പോൾ അത് നമുക്ക് കമ്പാരിറ്റീവ്ലി AWS ആണ് കുറച്ചുകൂടെ നമുക്ക് സേഫ് എന്ന് പറയാം. കാരണം ഇത് നമ്മുടെ ഒരു പ്രൈവറ്റ് VPCയിലായിരിക്കും ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു കോഡ് കമ്മിറ്റിൻ്റെ റെപ്പോസിറ്ററി എല്ലാം ലീവ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം പിന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈലി സ്കേലബിൾ ആണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സ്കേലബിലിറ്റിയാണ് ഇത് പറയുന്നത്. നമുക്ക് നമ്മുടെ സോഴ്സ് കോഡും ബൈനറീസ് എല്ലാം ഇതിൽ സൂക്ഷിക്കാൻ പറ്റും.
അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് കോഡ് കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ AWSൻ്റെ കോഡ് കമ്മിറ്റിൻ്റെ മാനുവൽ പേജ് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യാം. അതിൽ കൂടുതൽ നിങ്ങൾക്ക് മാനുവൽസ് അതിൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പം മെയിനായിട്ട് നിങ്ങൾ AWSൻ്റെ കോഡ് കമ്മിറ്റ് പഠിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ജിറ്റ് ആൻഡ് ജിറ്റ് ഹബ് എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പം ഇതിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് ഞങ്ങളുടെ തന്നെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. മലയാളത്തിലുള്ള ട്യൂട്ടോറിയൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ സീരീസാണ് അത് ചെയ്തിരിക്കുന്നത്, ബിഗിനറിന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ. അല്ലെങ്കിൽ നെറ്റിൽ തന്നെ ഒരുപാട് അല്ലെങ്കിൽ ടൺസ് ഓഫ് ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ് ജിറ്റിനെ കുറിച്ചും ജിറ്റ് ഹബിനെ കുറിച്ചും എല്ലാം. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് സെഷൻ മുതൽ കോഡ് കമ്മിറ്റ് എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഒരു കോഡ് നമ്മുടെ ഒരു സോഴ്സ് കോഡ് റെപ്പോസിറ്ററി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ ലോക്കൽ മെഷീനിൽ നിന്ന് എങ്ങനെ പുഷ് ചെയ്യാം പിന്നെ പുൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം അടുത്ത ഇനി വരുന്ന സെഷൻസിൽ.